ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐസി എവിടെയാ? നേരെ പോയാ മതി. സീതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? സർജറി കഴിഞ്ഞു, ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ കയറി കണ്ടേ ഉള്ളൂ. ഓ ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അല്ല, മഹി എവിടെ? ഇവിടെ ഉണ്ട്. അല്ല, എന്ത് കള്ളം പറഞ്ഞ ചന്ദ്രമ്മ ഇങ്ങോട്ട് വന്നത്? കള്ളൊന്നും പറഞ്ഞില്ല. മാഡം തന്നെയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സീതയുടെ വിവരങ്ങൾ അറിയാനും പിന്നെ നിന്നോടൊരു കാര്യവും പറയാൻ പറഞ്ഞു. അമ്പലത്തിലെ പൂജ ഇന്നാ വൈകിട്ട്. വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. നിന്നെയും കൂടി കൊണ്ടുപോണോന്നാ മാഡം പറഞ്ഞത്. ഞാനോ? അവരുടെ കുടുംബ പൂജയ്ക്ക് ഞാൻ എന്തിനാ പോന്നെ? അതൊന്നും എനിക്കറിയില്ല. നീയും ചെല്ലണോന്നാ മാഡം പറഞ്ഞിരിക്കുന്നു. ഞാൻ പോകുന്നില്ല ചന്ദ്രമ്മ. ഒന്നാമത് അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ മാറി നിന്നാ ശരിയാവില്ല. ദേ നോക്ക്, മാഡത്തിന്റെ കാര്യം നിനക്കറിയാലോ. ഇനി നീ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാ അത് മതി ദേഷ്യപ്പെടാൻ. ഒന്നാമത് കാശൊക്കെ തന്ന് നിന്നെ സഹായിച്ചതല്ലേ. ഇന്ന് തന്നെ ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കണ്ട. ചിലപ്പോ സീതയ്ക്ക് വയ്യാത്തതുകൊണ്ടാവും നീയും കൂടി ചെല്ലാൻ പറഞ്ഞതെങ്കിലോ. എന്തായാലും നീ പോ. സീതയ്ക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ദേ മറ്റൊന്നും നീ ആലോചിക്കണ്ട. നാളെ വൈകിട്ട് വരെ ഞാനിവിടെ സീതയ്ക്കൊപ്പം ഉണ്ടാവും. ആ അനുവാദം കൂടി വാങ്ങിയിട്ടാ ഞാൻ ഇവിടെ വന്നത്. മഹിയെ വിളിച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ പോ. എന്നിട്ട് അവിടെ ചെന്ന് അവരോടൊപ്പം പോവാൻ നോക്ക്. ഞാനീ സീതയൊന്ന് കാണട്ടെ. എന്താ? സീതയൊന്ന് കാണണം. വരൂ. അല്ല, ഈ പുഷ്പാഭിഷേക പൂജ എപ്പോഴാ? അത് രാത്രി 8 മണിയെങ്കിലും ആവും. ഓ, കുറച്ച് സമയം കഴിയുമ്പോ തുടങ്ങും. ആ ശരി. ശരി. ആ ഞാൻ റെഡി. വാ. നിങ്ങൾ റെഡി ആയിട്ട് എന്താ കാര്യം? ബാക്കിയുള്ളവരും വരണ്ടേ? അപ്പൊ ആരും വന്നില്ലേ? ഇല്ല. ഓ, ഇവളും ഉണ്ടോ? കുടുംബത്തോടെ പൂജയ്ക്ക് പോകുന്നിടത്ത് ഇവളെ എന്തിനാ എഴുന്നള്ളിക്കുന്നത്? എവിടെ പോയാലും ഒരുങ്ങി ഇറങ്ങിക്കോളും. ഈ കുഞ്ഞുമോക്ക് ഇത് എന്തിന്റെ കേടാണെന്തോ. ആവശ്യമില്ലാത്ത കുറെ എണ്ണത്തിനും കെട്ടിയെടുത്തോണ്ട് പോകാൻ. അത് ഞാനും രമയോട് ചോദിച്ചു. ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കിക്കൂടെ? അപ്പൊ അവള് പറയുക, സ്വന്തം ഏട്ടനും ഏട്ടത്തിയും മകളും ഒക്കെ അല്ലേന്ന്, വന്നോട്ടേന്ന്. ഇവള് വരില്ലെന്ന് പറഞ്ഞതാ. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതാ.